ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ ഒരു തെങ്ങുമുറിയുടെയും അതുപോലെ ആ തെങ്ങ് മുറിച്ച് അവിടെ മൊത്തം ക്ലീൻ ചെയ്തതിന് ശേഷം അവിടെ കുറച്ച് ചെടികൾ നട്ടുപിടിപ്പിച്ച് പിന്നെ വെച്ച ചെടികളെ ഒന്ന് അടിപൊളിയാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മോട്ടർ ഒന്ന് റെൻറ്റിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറേ മോട്ടർ വർക്ക് ചെയ്യിപ്പിക്കാനൊക്കെ നോക്കി അങ്ങനെ ചേട്ടൻ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേ തെങ്ങ് മുറിച്ച് കഴിഞ്ഞാൽ രണ്ട് കഷ്ണങ്ങൾ ഇതുപോലത്തെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് ഭാഗങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗം കുറച്ച് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സ്പേസ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മുറിച്ച് മാറ്റിയിടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ മുറിച്ചു. അപ്പോൾ ആദ്യം തന്നെ സക്സസ് ആയി. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന പോലെ തന്നെയാണ് ചേട്ടൻ ചെയ്യുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തു. പിന്നെ അതിന് എന്നും താങ്ങും തണലും സപ്പോർട്ടും ഒക്കെ ആയിട്ട് എപ്പോഴും ഉള്ളതുപോലെ തന്നെ അച്ചൂട്ടൻ ഒപ്പമുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഞങ്ങളും ഒന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഞങ്ങളും കൂടെ ചേർന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതേ മുറിച്ച് ഓരോ കഷ്ണങ്ങളാക്കിയിട്ട് നല്ല നീറ്റായിട്ട് തന്നെ മുറിച്ച് മാറ്റി. അപ്പോൾ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല മരം മുറിക്കുന്ന ചേട്ടന്മാർ ചെയ്യുന്ന പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ അവർ മുറിച്ച് നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ ഒരു വലിയൊരു പീസും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടാമതായിട്ട് കട്ട് ചെയ്യുന്ന ഒരു വിഷ്വലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും കൂടി അച്ഛനും മോനും നല്ല രീതിയിൽ തന്നെ ഇതിലൊരു മൽപ്പിടുത്തം അതിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏകദേശം മരമുറി തെങ്ങിൻ്റെ ആ കഷ്ണങ്ങളാക്കൽ കഴിഞ്ഞിട്ട് സ്പേസൊക്കെ ഒതുക്കി വൃത്തിയാക്കിയതിന് ശേഷമാണ് കുറച്ച് ചീര വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഒരു കടയുണ്ട്. ആ വീട്ടിലെ ചേട്ടനാണ് ചീര തന്നിട്ടുള്ളത്. അപ്പോൾ അവിടെയൊക്കെ നല്ല രീതിയിൽ മണ്ണ് കിളച്ച് ഒക്കെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് മരമുറിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ട് അവർക്ക് എന്തെങ്കിലും കഴിക്കണം തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു വന്നപ്പോൾ നാളികേരം പൊതിച്ചിട്ടുണ്ട്, വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് കിട്ടിയ സാധനമാണ് ഈ കാണുന്നത്. ഇതിനെന്താ പറയണതെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ 2 നാളികേരത്തിലും കിട്ടിയത് ഇതാണ്. പക്ഷെ വലിയ നാളികേരത്തിൽ നിന്ന് കിട്ടിയ ആ സാധനത്തിൽ നിന്ന് അതിൻ്റെ ടേസ്റ്റിനേക്കാൾ ഒന്നുകൂടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ചെറിയ നാളികേരത്തിൽ നിന്ന് വലിയ വലുപ്പമില്ലാത്ത ആ ഒരു സാധനമാണ് നല്ലൊരു ടേസ്റ്റ് മധുരം കിട്ടിയത്. ബാക്കി കുറച്ച് വലുപ്പം കൂടുതലുള്ളത് പഞ്ഞി പോലെ ഫീൽ ചെയ്തു വലിയ. അങ്ങനെ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം 3 കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചെടിയുടെ പരിപാലനം തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു വിഷ്വലാണ് ഇപ്പോൾ വീണ്ടും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.